ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ ലെക്ചറർ ഇൻ പോളി ഇലക്ട്രോണിക്സിന് ലിസ്റ്റ് ഉണ്ട്. താമസിയാതെ തന്നെ ഒരു 6 to 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ ആ ലിസ്റ്റ് അവസാനിക്കും. അപ്പൊ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഒരു 1 ഇയർ 1.5 ഇയറിനുള്ളിൽ അടുത്ത എക്സാമിനേഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് ഒരു ബിടെക് ഇലക്ട്രോണിക്സ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ജോബ് തന്നെയാണ് ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ജോബ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന്റെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലെ മൈക്രോവേവ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് നമുക്ക് ജോബ് കിട്ടുക? നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസുകളിൽ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ ആയിട്ടാണ് നമ്മൾ അപ്പോയിന്റഡ് ആവുക. നമുക്ക് ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്ക് ലൈഫും അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫും ഒക്കെ ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോബ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പേ ബാൻഡ് സാലറി എന്ന് പറയുന്നത് ACT പേ ബാൻഡിലാണ്. 15,600 മുതൽ 39,100 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലെക്ചറർ ആയിട്ട് അപ്പോയിന്റഡ് ആവുന്ന ഒരാൾക്ക് AGPയും DAയും HRA അങ്ങനെയുള്ള അലവൻസുകളെല്ലാം ചേർത്ത് നമുക്കൊരു 55,000 to 60,000 ഇടയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അത്രയും നല്ലൊരു ജോബ് തന്നെയാണിത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ള മൈക്രോവേവ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ കണ്ടന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇൻട്രൊഡക്ഷൻ, നമ്മൾ മൈക്രോവേവ് എഞ്ചിനീയറിംഗിന്റെ ഒരു ജസ്റ്റ് എന്താണ് മൈക്രോവേവ് ഫ്രീക്വൻസി അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് മൈക്രോവേവ് ബാൻഡ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് മൈക്രോവേവ് എഞ്ചിനീയറിംഗിന്റെ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്. പിന്നെ നമ്മൾ മൈക്രോവേവ് സോഴ്സസ് ആയിട്ടുള്ള നമുക്ക് ഡിഫറെന്റ് മൈക്രോവേവ് സോഴ്സസ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറും അതുപോലെ തന്നെ ഓസിലേറ്റർ ആയിട്ടുള്ള റിഫ്ലെക്സ് ക്ലൈസ്ട്രോണുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ 2-3 MCQ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2-3 MCQ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നമ്മളുടെ സിലബസ് നമുക്ക് കുറെ സബ്ജക്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ടോപ്പിക്കുകളിൽ എല്ലാം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ അതില് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിക്സ് മുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ വന്നാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിലുണ്ട് DFT FFT അൽഗോരിതംസ് ഉണ്ട്. ആന്റിനാസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിനാസ് ഉണ്ട്. ടെലിവിഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സുകൾ ഉണ്ട്. ഡിഫറെന്റ് മൾട്ടിപ്പിൾ ആക്സസിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇനി നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് ഇവിടെ വരുന്നതാണ് അല്ലെ, ഈ മൈക്രോവേവ് ഡിവൈസ് ആണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ്. മൈക്രോവേവ് ഡിവൈസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ക്ലൈസ്ട്രോണും അതുപോലെ തന്നെ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ, അതിനോടനുബന്ധമായിട്ട് നമ്മൾ ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ നോക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് അനദർ മൈക്രോവേവ് സോഴ്സസ് ലൈക്ക് മാഗ്നട്രോൺ, TWT, പിന്നെ എന്താണ് SWR കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ ഇമ്പാക്ട് ഡയോഡ്, ട്രപ്പാക് ഡയോഡ്, ഇതെല്ലാം നമുക്ക് മൈക്രോവേവിൽ പഠിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അതിനുശേഷം റഡാറിന്റെ ഡിഫറെന്റ് ടൈപ്സ്, റേഞ്ച് ഇക്വേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ GPS ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ മൈക്രോവേവിലേക്ക് പോവാണ് കേട്ടോ. മൈക്രോവേവ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഇൻട്രൊഡക്ഷൻ ടു മൈക്രോവേവ്സ്.
നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അവൈലബിൾ ആണ് അല്ലെ. സ്റ്റാർട്ടിങ് ഫ്രം ഡി സി മുതൽ, അതായത് വളരെ കുറഞ്ഞ ഫ്രീക്വൻസി മുതൽ അപ് ടു തൗസൻഡ്സ് ഓഫ് ജിഗാഹെഡ്സ് വരെ ഉള്ള ഫ്രീക്വൻസീസ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതില് നമ്മുടെ മൈക്രോവേവ് ഫ്രീക്വൻസി വരുന്നത് എവിടെയാണ്? മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ് എവിടെയാണ് വരുന്നത് എന്ന് നോക്കിയേ. ഈ ഒരു സ്പെക്ട്രത്തില് മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഈ 300 മെഗാഹെഡ്സ് മുതൽ 30 ജിഗാഹെഡ്സ് വരെയുള്ള ഈ രണ്ട് ബാൻഡ്, അൾട്രാ ഹൈ ഫ്രീക്വൻസിയും സൂപ്പർ ഹൈ ഫ്രീക്വൻസി ബാൻഡ്സുമാണ്. ഓക്കെ, ഈ രണ്ട് ബാൻഡാണ് നമ്മളുടെ മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എവിടം തൊട്ട് എവിടം വരെയാണ്? 300 മെഗാഹെഡ്സ്. 300 മെഗാഹെഡ്സ് എന്ന് പറയുമ്പോൾ 0.3 ജിഗാഹെഡ്സ് നമുക്ക് പറയാം അല്ലെ. അപ് ടു 30 ജിഗാഹെഡ്സ് വരെയാണ് നമ്മളുടെ മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് അല്ലെ. മൈക്രോവേവ് ഫ്രീക്വൻസീസ് അതില് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 0.3 ജിഗാഹെഡ്സ് ടു 3 ജിഗാഹെഡ്സും, അതുപോലെ സൂപ്പർ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ജിഗാഹെഡ്സ് ടു 30 ജിഗാഹെഡ്സും. ഈ രണ്ട് ബാൻഡാണ് നമ്മളുടെ മൈക്രോവേവ് ഫ്രീക്വൻസീസ് ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ എൻറ്റയർ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് സ്പെക്ട്രംസ് അല്ലെ. സബ് സ്പെക്ട്രം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. 3 ഹെഡ്സ് മുതൽ 30 ഹെഡ്സ് വരെ അൾട്രാ ലോ ഫ്രീക്വൻസിയാണ്. ദെൻ അതിനുശേഷം എക്സ്ട്രാ ലോ ഫ്രീക്വൻസി 30 മുതൽ 300 ഹെഡ്സ് വരെ. പിന്നെ നമുക്ക് വോയിസ് ഫ്രീക്വൻസി, നമുക്ക് ഇതെല്ലാം അറിയുന്നതാണ്. വോയിസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 300 ഹെഡ്സ് ടു 3.4 കിലോ ഹെഡ്സ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ 300 ഹെഡ്സ് മുതൽ 3000 ഹെഡ്സ് വരെ, അല്ലെങ്കിൽ 3 കിലോ ഹെഡ്സ് വരെ. ഇനി വെരി ലോ ഫ്രീക്വൻസി 3 കിലോ ഹെഡ്സ് മുതൽ 30 കിലോ ഹെഡ്സ് വരെ. പിന്നെ ലോ ഫ്രീക്വൻസി 30 ടു 300 കിലോ ഹെഡ്സ്. മീഡിയം ഫ്രീക്വൻസി 300 കിലോ ഹെഡ്സ് ടു 3000 കിലോ ഹെഡ്സ്. ഈ മീഡിയം ഫ്രീക്വൻസിയിലൊക്കെയാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഒക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതുപോലെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഒക്കെ ഈ ഒരു ഫ്രീക്വൻസിയിലാണ്. പിന്നെ HF ഹൈ ഫ്രീക്വൻസി റേഞ്ച് 3 ടു 30 മെഗാ ഹെഡ്സ്. പിന്നെ വെരി ഹൈ ഫ്രീക്വൻസി റേഞ്ച് 30 ടു 300 മെഗാ ഹെഡ്സ്. അതിനുശേഷം ഉള്ള രണ്ട് ബാൻഡ് നമ്മുടെ മൈക്രോവേവ് ഫ്രീക്വൻസീസ് ആണ്. പിന്നെ എക്സ്ട്രാ ഹൈ ഫ്രീക്വൻസി ഉണ്ട് 30 ടു 300 ജിഗാ ഹെഡ്സിൽ. പിന്നെ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഈ മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് അറിയോ? മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേവ് ലെങ്ത് വളരെ സ്മോൾ ആണ്, മൈക്രോ ആ റേഞ്ചിലാണ് നമ്മളുടെ വേവ് ലെങ്ത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം അല്ലെ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു? ലാംഡ ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എഫ് എന്നുള്ളതാണ്. വെർ ലാംഡ ഈസ് വേവ് ലെങ്ത്, c is velocity of the electromagnetic wave, f is the frequency of electromagnetic wave അല്ലെ. നമുക്കറിയാം നമ്മളുടെ വെലോസിറ്റി ഇതില് ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഏത് ടൈപ്പ് വേവ് ആണെങ്കിലും അതിന്റെ എല്ലാം ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സോറി, വേവ് ലെങ്ത്, വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റിന് ഇക്വലന്റ് തന്നെയാണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അല്ലെ. ഇനി നമ്മളുടെ മൈക്രോവേവിലെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള 30 ജിഗാഹെഡ്സിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി 30 ജിഗാഹെഡ്സ്. ജിഗാ എന്ന് പറയുമ്പോൾ 10⁹ ആണ് അല്ലെ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? ഇത് 3യും ഈ 3യും ക്യാൻസൽ ആയി ഇവിടെ 10⁻10 ഉണ്ട്, അത് മേളിൽ പോകുമ്പോൾ 10⁻2 എന്ന് വരും അല്ലെ. ഓർ 0.01 മീറ്റർ വരും, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ വരും. അപ്പൊ നമ്മളുടെ അത്രയും ചെറിയ വേവ് ലെങ്ത് ആണ് നമുക്ക് മൈക്രോവേവ് സിഗ്നൽസിനുള്ളത്. മൈക്രോവേവ് സിഗ്നൽസ് ഇസ് ഹാവിംഗ് വെരി ലോ വേവ് ലെങ്ത് ബട്ട് വെരി ഹൈ ഫ്രീക്വൻസി. ഇനി എഗെയിൻ നമ്മളുടെ ഈ മൈക്രോവേവ് ബാൻഡിനെ, അതായത് ഈ 0.3 ജിഗാഹെഡ്സ് മുതൽ 30 ജിഗാഹെഡ്സ് വരെയുള്ള ഈ മൈക്രോവേവ് ബാൻഡിനെ വീണ്ടും സബ് ബാൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പർട്ടിക്കുലർ അപ്ലിക്കേഷൻസിനനുസരിച്ചിട്ട്. ഈ ഓരോ സബ് ബാൻഡ്സും നമ്മൾ പർട്ടിക്കുലർ അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? വേരിയസ് ബാൻഡ്സ് ലൈക്ക് എൽ ബാൻഡ്, എസ് ബാൻഡ്, സി ബാൻഡ്,
എക്സ് ബാൻഡ് എക്സെട്ര കുറെ ഉണ്ട്. ഇനിയുമുണ്ട് നമുക്ക് കെ എ ബാൻഡ്, കെ യു ബാൻഡ്, കെ ബാൻഡ്, അങ്ങനെ കുറെ ബാൻഡുകളായിട്ട് നമ്മളുടെ എൻറ്റയർ മൈക്രോവേവ് റേഞ്ച് ഫ്രീക്വൻസീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചസ് നോക്കാം, ഓരോ ഡിഫറെന്റ് ബാൻഡ്സിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് വേരിയസ് മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ ഏതൊക്കെ ബാൻഡുകളാണ് ഉള്ളത്. നമ്മളുടെ UHF ഫസ്റ്റത്തത് UHF അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ്. അത് നമ്മൾ മുന്നേ കണ്ടതാണ് അല്ലെ. അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ് അങ്ങനെ തന്നെ 0.3 ജിഗാഹെഡ്സിലാണ് കേട്ടോ. ഇവിടെ ജിഗാഹെഡ്സിലാണ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. സോ 0.3 ജിഗാഹെഡ്സ് ടു 3 ജിഗാഹെഡ്സ് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ് ആണ്. ഇനി അതിനുശേഷമുള്ള SHF ബാൻഡിനെയാണ് നമ്മൾ LSCXKU KA ഇത്രയും ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് നിങ്ങൾ നമ്മളുടെ ഇപ്പൊ സാറ്റലൈറ്റ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് C ബാൻഡിലാണ്, 3.9 GHz to 8. ഓക്കെ, ഇനി അതുപോലെ തന്നെ L ബാൻഡ് ചില മിലിറ്ററി ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ വേറെ ബാൻഡുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ L ബാൻഡിന്റെ ഫ്രീക്വൻസി 1.1 GHz to 1.7 GHz ആണ്. ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ദിസ് റേഞ്ച് അല്ലെ, UHF തന്നെ വരുന്നതാണ് അത്. പിന്നെ S ബാൻഡിലാണെങ്കിൽ 2.6 to 3.9 GHz ആണ്. C ഞാൻ പറഞ്ഞതുപോലെ 3.9 to 8 ആണ്. X 8 to 12.5 ആണ്. ദെൻ 12.5 to 8 KU ബാൻഡ് ആണ്. അങ്ങനെ ഓരോ ബാൻഡുകളും. അതിൽ ഇത് ഓർത്തിരിക്കുക, C ബാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ടെലിവിഷൻ, ടി വി സാറ്റലൈറ്റ് TVക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. TV എന്ന് പറയുമ്പോൾ വെറുതെ സാധാരണ ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ അല്ല, സാറ്റലൈറ്റ് TV. ഓക്കെ, സാറ്റലൈറ്റ് TVക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ മൈക്രോവേവ് ഫ്രീക്വൻസീസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വേവ് ഗൈഡ് എന്നാണ് പറയാം. നിങ്ങൾക്ക് അറിയുണ്ടാവും വേവ് ഗൈഡ്. വി ആർ നോട്ട് യൂസിങ് കൊയാക്സിയൽ കേബിൾസോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻസോ അതൊന്നും നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസീസിനെ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. വാട്ട് ഇസ് ദ റീസൺ? എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത്? ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് മീഡിയം നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസിനെ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത്? കൊയാക്സിയൽ കേബിള് എടുക്കുകയാണെങ്കിൽ, കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസീസിനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? വളരെ കൂടിയ ഫ്രീക്വൻസിയാണ്. 0.3 GHz മുതൽ നമുക്ക് 30 GHz വരെയാണ് നമ്മൾ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസിയാണ്. ഇനി നമ്മളുടെ ഒരു കൊയാക്സിയൽ കേബിളിനെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു കൊയാക്സിയൽ കേബിൾ ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ചു. അതെ, ഇതാണ് നമ്മുടെ കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. ഈ കൊയാക്സിയൽ കേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. സ്കിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനോമിനൺ ഉണ്ട്. സ്കിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ, സ്കിൻ ഡെപ്ത് ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√f. 1/√f ആണ്. അതായത് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി ഫ്രീക്വൻസിയുടെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കൊയാക്സിയൽ കേബിളിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ സർഫസിലൂടെ, ആ കണ്ടക്ടറിന്റെ സർഫസിലൂടെ ആയിരിക്കും പോവുക. അല്ലെങ്കിൽ എത്രമാത്രം കണ്ടക്ടറിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ആ വേവ്സിന് പോവാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ഈ സ്കിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്, സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. അതായത് ഫ്രീക്വൻസി കൂടുന്തോറും സ്കിൻ ഡെപ്ത് കുറയും. അതായത് ഇതിന്റെ ഉള്ളിൽ കൂടി, ഈ കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ നമ്മളുടെ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഈ കണ്ടക്ടറിന് ഫ്രീക്വൻസി കൂടുന്തോറും കുറഞ്ഞു വരും. അതായത് ഇതിന്റെ സർഫസിലൂടെ ആയിരിക്കും വേവ്സ് അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്മിറ്റ് ആവുക. ഓക്കെ, അങ്ങനെ സർഫസിലൂടെ കറണ്ട് ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇനി ഇതിന്റെ ആക്ച്വൽ ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/√of mu into f into sigma എന്നുള്ളതാണ് ഇക്വേഷൻ. where mu is the permeability of the conductor, f frequency, sigma conductivity. ഇതാണ് ഡെൽറ്റ ഇസ്
സ്കിൻ ഡെപ്ത്, എത്രമാത്രം ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കറണ്ടിന് പോവാൻ പറ്റും, ട്രാൻസ്മിറ്റ് ആവാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെഷറാണ് സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ സ്കിൻ ഡെപ്ത് കുറയും തോറും ദ കറന്റ് വിൽ ട്രാവൽ ത്രൂ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ, അല്ലെ? ആ ഇഫക്റ്റിനെയാണ് സ്കിൻ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ്, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എന്താകും? ഡെൽറ്റ വിൽ ബിക്കം വെരി സ്മോൾ, ഡെൽറ്റ വിൽ ബിക്കം വെരി സ്മോൾ. ഇപ്പൊ ഡെൽറ്റ വെരി സ്മോൾ ആയിട്ടുണ്ടെങ്കിൽ സർഫസിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അതായത് അതിന്റെ ഏരിയ കുറവായിരിക്കും, അല്ലെ? ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഏരിയ കുറവായിരിക്കും. സോ ഡെൽറ്റ കുറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു എ സി റെസിസ്റ്റൻസ്? എ സി റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? റെസിസ്റ്റൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു എന്താണ്? എ സി വിൽ ബി പ്രൊപ്പോർഷണൽ ടു എൽ ഡിവൈഡഡ് ബൈ എ ആണ്. ലെങ്ത് ഉണ്ട്, പക്ഷെ ഏരിയ കുറയുമ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ എന്താണ്? ലോസസ്, കറന്റ് ലോസ് ഉണ്ടാകും. ലോസസ് ഇൻക്രീസസ്, ലോസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത? മൈക്രോവേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത, ഡ്യൂ ടു സ്കിൻ ഇഫക്റ്റ്. ആ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് ഓർത്തിരിക്കുക. സോ വി ആർ യൂസിങ് വേവ് ഗൈഡ് സ്ട്രക്ചേഴ്സ് ഇൻ ഓർഡർ ടു ഗൈഡ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്. മൈക്രോവേവ് ഫ്രീക്വൻസീസിനെ ക്യാരി ചെയ്യാൻ നമ്മൾ വേവ് ഗൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോവേവ്സ്? മൈക്രോവേവ്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത് അവൈലബിലിറ്റി. ഓക്കെ, ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത് അവൈലബിലിറ്റി, അതായത് ബാൻഡ് വിഡ്ത്ത് മൈക്രോവേവ്സിന് കൂടുതലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? മൈക്രോവേവിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? മൈക്രോവേവിന്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം, ബാൻഡ് വിഡ്ത്ത് ഓഫ് മൈക്രോവേവ് ഈസ് റേഞ്ച് ഇൻ ദ റേഞ്ച് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ജിഗാഹെഡ്സ്, അല്ലെ? 1 to 100 ജിഗാഹെഡ്സ് റേഞ്ചിലാണ്. നമ്മൾ ജിഗാഹെഡ്സ് റേഞ്ചിലാണ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മൈക്രോവേവിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 100 ജിഗാഹെഡ്സ് റേഞ്ചിലാണ്. ജിഗാഹെഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? 10⁹9 ആണ്, അല്ലെ? 10⁹9 ഹെഡ്സ്, ഇത്രയും റേഞ്ചിലാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് വെരി ഗുഡ് ബാൻഡ് വിഡ്ത്ത് അവൈലബിലിറ്റി. അതുകൊണ്ട് മൈക്രോവേവ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ഇംപ്രൂവ്ഡ് ഡയറക്ടിവിറ്റി പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് ഒരു ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്, അല്ലെ? അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ആന്റിന വേണം. നമ്മൾ പരാബോളിക് റിഫ്ലക്ടറോ അങ്ങനെയുള്ള ആന്റിനാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? ആന്റിനാസ് ആണ് യൂസ് ചെയ്യുക. ഈ ആന്റിനയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന വേവ്സ്, അല്ലെ? നമ്മൾ റേഡിയേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ബീം വിഡ്ത്ത്, ഇങ്ങനെയാണ് നമ്മളുടെ വേവ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്, തീറ്റ. ഈ തീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ ബൈ ഡി ആണ്, where d is the diameter of this antenna. Okay, so നമ്മളുടെ ബീം വിഡ്ത്ത് ഏറ്റവും കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നല്ലേ. ഇതിങ്ങനെ കുറയും തോറും, ഇത് ബീം വിഡ്ത്ത് നാരോ ആയി വരും തോറും ഈ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിരിക്കും, അല്ലെ? അതിങ്ങനെ എന്താണ്? ബീം വിഡ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ വേവ്സിന് ട്രാൻസ്മിറ്റ് ആവാൻ പറ്റും. പക്ഷെ ഏറ്റവും ബീം വിഡ്ത്ത് കുറഞ്ഞാല് നമുക്ക് ഡയറക്ഷൻ സ്പെസിഫിക് ആകും, അതായത് ഡയറക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ വെനെവർ ദ ബീം വിഡ്ത്ത് ഡിക്രീസസ്, ഡയറക്ടിവിറ്റി ഇൻക്രീസസ്. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്ടിവിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്, അതായത് ബീം വിഡ്ത്ത് വളരെ കുറവാണ്. ബീം വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ ബൈ ഡി ആണ്. സോ ആസ് ലാംഡ എന്താണ്? മൈക്രോവേവ്സിന് കുറവല്ലേ? ലാംഡ കുറവായത് കാരണം തീറ്റ എന്തായിരിക്കും? തീറ്റ കുറവായിരിക്കും. അതുകൊണ്ടാണ് ബീം വിഡ്ത്ത് കുറവ് എന്ന് പറയുന്നത്. ലാംഡ വേവ് ലെങ്ത് കുറവാണ്, വേവ് ലെങ്ത് കുറവായത് കാരണം തീറ്റ കുറവായിരിക്കും. തീറ്റ കുറവാണെങ്കിൽ എന്താണ്? തീറ്റ കുറവാണെങ്കിൽ ഡയറക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ ഹെൻസ് ഡയറക്ടിവിറ്റി ഇൻക്രീസസ്. അപ്പൊ അതാണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഫേഡിങ് ഇഫക്റ്റ് ആണ്. ഫേഡിങ് ഇഫക്റ്റ് ആൻഡ് റിലയബിലിറ്റി. ഫേഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ മൈക്രോവേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ വി വിൽ ഹാവ് എ ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആൻഡ് വി വിൽ ഹാവ് എ റിസീവിംഗ് ആന്റിന. ഒരു റിസീവിംഗ് ആന്റിന ഉണ്ടാവും, അല്ലെ? സോ ദിസ് ഇസ് ട്രാൻസ്മിറ്റർ ആൻഡ് ദിസ് ഇസ് റിസീവർ.
അപ്പൊ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ റിസീവറിൽ പല പാത്തിലൂടെയും എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പല പാത്തിലൂടെയും എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പല പാത്തിലൂടെയും എത്തും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ മൾട്ടി പാത്ത് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല പാത്തിലൂടെ ഇവിടെ റിസീവറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിട്ടായിരിക്കും കിട്ടുക. കാരണം ഈ ഡയറക്റ്റ് ആയിട്ട് വരുന്ന സിഗ്നൽ പെട്ടെന്ന് എത്തും. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന സിഗ്നൽസ് ഒരു ടൈം ഡിലേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് ഡിഫറൻസോട് കൂടിയായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ അതിനെയാണ് നമ്മൾ, ദാറ്റ് ഇസ് ഡ്യൂ ടു മൾട്ടി പാത്ത് ഫേഡിങ്. അതിനെയാണ് നമ്മൾ മൾട്ടി പാത്ത് ഫേഡിങ് എന്ന് പറയുന്നത്. സ്ലോ ഫേഡിങ് ഉണ്ട്, ഫാസ്റ്റ് ഫേഡിങ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഈ ഫേഡിങ് ഇഫക്റ്റും റിലയബിലിറ്റിയും ഈ മൈക്രോവേവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും. കാരണം എന്താണ്, ഇവിടെ മൈക്രോവേവ്സിന് ഡയറക്ടിവിറ്റി ഇംപ്രൂവ്ഡ് ഡയറക്ടിവിറ്റി പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇംപ്രൂവ്ഡ് ഡയറക്ടിവിറ്റി പ്രോപ്പർട്ടി എന്ത് കാരണമാണ്, ലാംഡ കുറവായത് കാരണം അതിന്റെ ബീം വിഡ്ത്ത് കുറവാണ്. അപ്പൊ ബീം വിഡ്ത്ത് കുറവായാൽ എന്താണ്, അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ലേ ട്രാവൽ ചെയ്യുള്ളൂ. ഇങ്ങനെ മൾട്ടി പാത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫേഡിങ് ഇഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഹെൻസ് വിൽ ഹാവ് റിലയബിൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഫേഡിങ് ഇഫക്റ്റ് ആൻഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പവർ റിക്വയർമെന്റ്സ് ആണ്. പവർ റിക്വയർമെന്റ്സ് മൈക്രോവേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതും മോഡുലേറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ, അതെല്ലാം നമ്മൾ സാധാരണ സെമി കണ്ടക്ടർ ഡിവൈസ് കൊണ്ട് ഉള്ളതാണ്. പക്ഷെ മൈക്രോവേവ്സ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അതിന്റെ ആംപ്ലിഫയേഴ്സ്, അതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ആ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ലോ പവർ ആണ്. ഓക്കെ, സോ പവർ റിക്വയർമെന്റ്സ് ലോ ആണ്, ലോ പവർ റിക്വയർമെന്റ്സ് ആണ് മൈക്രോവേവ് ഡിവൈസിന്. ഓക്കെ, അത് അടുത്ത അഡ്വാൻറ്റേജ് ആണ്. ഇനി അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസി പ്രോപ്പർട്ടി ആണ്. ട്രാൻസ്പാരൻസി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്രോവേവ് സിഗ്നൽസ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ അറ്റ്മോസ്ഫറിക് ലെയേഴ്സ്. അതിന് അറ്റ്മോസ്ഫറിക് ലെയേഴ്സിൽ അല്ലെ, നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. ലൈക് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള ക്യാപ്പബിലിറ്റി മൈക്രോവേവ് സിഗ്നൽസിനുണ്ട്, എസ്പെഷ്യലി ത്രൂ അയണോസ്ഫിയറിക് ലെയേഴ്സ്. അയണോസ്ഫിയറിക് ലെയേഴ്സിലൂടെ മൈക്രോവേവ്സിന് പെനിട്രേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ ട്രാൻസ്പാരൻസി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ക്യാൻ penetrate through atmospheric layers like ionosphere പോലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ട്രാൻസ്പാരൻസി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത് ആണ്, അതുപോലെ തന്നെ ഡയറക്ടിവിറ്റി കൂടുതലാണ്, ഫേഡിങ് ഇഫക്റ്റ് ഇല്ല, അതുകൊണ്ട് റിലയബിൾ ആണ്, പവർ റിക്വയർമെന്റ്സ് ലോ ആണ്, ട്രാൻസ്പാരൻസി പ്രോപ്പർട്ടി, the signals can penetrate through different atmospheric layers like ionosphere. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് അല്ല, അപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ദിസ് ഇസ് അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ്സ്. അപ്ലിക്കേഷൻസ് എവിടേക്കാണ്? ഒന്നാമത്തെ അപ്ലിക്കേഷൻ, ഫസ്റ്റ് അപ്ലിക്കേഷൻ റഡാറിൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റഡാർ എന്ന് പറയുന്നത്. റഡാറിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ റഡാറിൽ വരുന്ന അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? സർവൈലൻസ് അല്ലെ, എയർ ട്രാഫിക് കൺട്രോളിൽ സർവൈലൻസിന് നമ്മൾ റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ് സിഗ്നൽസ്. അതുപോലെ തന്നെ നാവിഗേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ. അതുപോലെ തന്നെ മെറ്റീരിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റഡാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈക്രോവേവ് സിഗ്നൽസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തത് നമ്മൾ മെഡിസിനിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഓങ്കോളജിയിലൊക്കെ ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റ്സിന് നമ്മൾ ഈ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസസ്
അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവ് ഇമേജിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഡിഫറെന്റ് സ്കാനിങ് ടെക്നിക്സുകളിലൊക്കെ നമ്മൾ ഈ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെഡിസിനിലുള്ള ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തത് സർവേയിങ് ലാൻഡ് സർവേയിൽ നമ്മൾ ഈ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സാറ്റലൈറ്റ് സർവേ ഒക്കെ ഉണ്ട് അല്ലെ, ലാൻഡ് സർവേയിൽ. അപ്പൊ അവിടെ സാറ്റലൈറ്റിലൊക്കെ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സർവേയിങ് ലാൻഡ് അവിടെ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ എന്നുള്ളത്, ക്രാക്കോ അങ്ങനെ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്രോവേവ് സിഗ്നൽസിനെ ഇതിലേക്ക് കടത്തിവിടും അല്ലെ. അങ്ങനെ ക്രാക്കോ പൊട്ടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രാക്കിന്റെ അവിടെ നിന്ന് ഈ വേവ്സ് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് വരും. അത് നമ്മൾ റിസീവ് ചെയ്തിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആസ്ട്രോണമി, റേഡിയോ ആസ്ട്രോണമിയിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നാവിഗേഷനിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിമോട്ട് സെൻസിങ്ങിന് ഇപ്പൊ നമുക്ക് ഇപ്പോ എത്താത്ത, നമുക്ക് അല്ലെങ്കിൽ മനുഷ്യന് പീപ്പിൾസിന് എത്താനായിട്ട് പറ്റില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ 7 റിമോട്ട് സെൻസിങ് ആണ്. പവർ ട്രാൻസ്മിഷന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ് സിഗ്നൽസ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഹീറ്റിങ്ങിൽ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് നമ്മള് ഇപ്പൊ ചിലപ്പം നമ്മളുടെ ഹൗസ് ഹോൾഡ് ഡിവൈസസിലൊക്കെ ചിലപ്പോൾ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് മൈക്രോവേവ് ഓവൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഒരു ഡിഫറെന്റ് ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ഏരിയയിൽ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഏരിയാസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ റഡാർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് റഡാർ ഉണ്ട് അല്ലെ. റഡാർ എന്ന് പറയുമ്പോൾ പൾസ്ഡ് റഡാർ ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേവ് റഡാർ ഉണ്ട്. ഇത് രണ്ടിലും നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റഡാറിൽ സർവൈലൻസിൽ, നാവിഗേഷനിൽ, മെറ്റീരിയോളജിയിൽ, മെഡിസിനിൽ ഡിസീസ് ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ നമുക്ക് ഇമേജിങ്ങിന്, മൈക്രോവേവ് ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ലാൻഡ് സർവേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി കൺട്രോളിൽ യൂസ് ചെയ്യുന്നു. റേഡിയോ അസ്ട്രോണമിയിൽ യൂസ് ചെയ്യുന്നു. GPS നമ്മൾ യൂസ് ചെയ്യുന്നു. റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പവർ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ വേരിയസ് അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ്സ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ മൈക്രോവേവ് ഒരു മൈക്രോവേവ് സോഴ്സ് ആയിട്ടുള്ള ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മൈക്രോവേവ് ഡിവൈസ് ആണ്, ഒരു മൈക്രോവേവ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ മൈക്രോവേവ് ആംപ്ലിഫയർ ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ക്യാവിറ്റി ഉണ്ട്. ഓക്കെ, സോ ക്യാവിറ്റി ഇതിനകത്തുണ്ട്. മൈക്രോവേവ് ക്യാവിറ്റീസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഒരു ക്യാവിറ്റി എങ്ങനെയായിരിക്കും? ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ക്യാവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഇങ്ങനെയുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദിസ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് സറൗണ്ടഡ് ബൈ എ ബൗണ്ടറി വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ ബൗണ്ടറി. ഓക്കെ, ഇതാണ് ഒരു ക്യാവിറ്റിയുടെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ഈ മൈക്രോവേവ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ സറൗണ്ടഡ് ബൈ എ മെറ്റൽ ബൗണ്ടറി. ഓക്കെ, ഇനി ഈ ഒരു 3 ഡയമെൻഷണൽ ക്യാവിറ്റീനെ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് ഇക്വേറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു LC സർക്യൂട്ട് ആണ്. അപ്പൊ ക്യാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു LC സർക്യൂട്ട് ആണ്. അപ്പൊ LC സർക്യൂട്ട് എന്താണ് ശരിക്കും? ആക്ച്വലി ഒരു ഇൻഡക്ടറും അതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും പാരലലി കണക്ട് ചെയ്യുന്നതാണ് LC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യൂഷ്വലി ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്താ പറയുക? ടാങ്ക് സർക്യൂട്ട് എന്നാണ് പറയുക അല്ലെ. ഇറ്റ് ഈസ് ടാങ്ക് സർക്യൂട്ട്.
ടാങ്ക് സർക്യൂട്ട് എന്താണ് ചെയ്യുന്നത്? ടാങ്ക് സർക്യൂട്ട് ഈസ് ആക്ടിങ് ആസ് ഓസിലേറ്റർ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുക അല്ലെ, ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന്റെ, ഈ ഒരു LC സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി F0 ഈക്വൽ ടു 1/2π√LC അല്ലെ. അപ്പൊ ഈ എല്ലിന്റെയും സിയുടെയും വാല്യൂ അനുസരിച്ചിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഇത് പ്രൊഡ്യൂസ് ചെയ്യും ഈ ടാങ്ക് സർക്യൂട്ട്. സോ എവിടെയൊക്കെ ഒരു മെറ്റൽ ഇങ്ങനെ ക്യാവിറ്റി കാണുന്നുണ്ടോ, ഒരു മൈക്രോവേവ് ക്യാവിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ, ഇറ്റ് ഇസ് ഇക്വലന്റ് ടു എ ടാങ്ക് സർക്യൂട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇക്വലന്റ് ടു LC സർക്യൂട്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻസ് ഓഫ് ഫിക്സഡ് ഫ്രീക്വൻസി അല്ലെ. അതാണ് ഒരു മൈക്രോവേവ് ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ റെസൊണേറ്റർ എന്നാണ് നമ്മൾ പറയുക. ക്യാവിറ്റി റെസൊണേറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു, ഇപ്പൊ ഒരു LC സർക്യൂട്ട് ആണെങ്കിൽ അത് എന്താണ് അതിന്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയായിരിക്കും LC സർക്യൂട്ടിന്റെ ഒക്കെ? ഇറ്റ് ഇസ് ലൈക്ക് എ ട്യൂൺഡ് സർക്യൂട്ട് അല്ലെ. ട്യൂൺഡ് ടാങ്ക് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ട്യൂൺഡ് ഫ്രീക്വൻസി ആംപ്ലിഫയർ പോലെയാണ് അല്ലെ. സോ ദിസ് ക്യാവിറ്റി റെസൊണേറ്റർ ഈസ് എ microwave tuned circuit having narrow bandwidth. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നാരോ ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, ഇനി വൈഡ് ബാൻഡ് വിഡ്ത്ത് ആയിട്ടുള്ള നമുക്ക് വേറെയും മൈക്രോവേവ് ഡിവൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൽ നമ്മൾ ക്യാവിറ്റീസ് യൂസ് ചെയ്യുന്ന ക്യാവിറ്റീസ് എല്ലാം ഇക്വലന്റ് ടു LC സർക്യൂട്ട് ആണ്. LC സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is a tuned, its characteristics is like tuned amplifier, അതുപോലെ ആയിരിക്കും. ഓക്കെ, സോ അത് ഒരു നാരോ ആംപ്ലിഫയർ ആണ്, നാരോ ബാൻഡ് വിഡ്ത്ത് ആണ്. ഇനി എന്താണ് ഒരു ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ നമുക്ക് നോക്കാം. സോ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയേഴ്സ് ആർ ഹൈ പവർ മൈക്രോവേവ് വാക്വം ട്യൂബ്സ്. അപ്പൊ ഇതൊരു ഹൈ പവർ മൈക്രോവേവ് വാക്വം ട്യൂബ്സ് ആണ്, ട്യൂബ് ഡിവൈസ് ആണ്. ഇപ്പൊ ഇതൊരു മെറ്റാലിക് ട്യൂബ് പോലെയാണ്, അതുകൊണ്ടാണ് ട്യൂബ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ട്യൂബ് അല്ലെ, ഒരു ക്യാവിറ്റി ട്യൂബ് പോലെയാണ്. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഹൈ പവർ. അപ്പൊ നമ്മൾ അതിനൊരു സ്മോൾ RF പവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ കിലോ വാട്ട് റേഞ്ചിലുള്ള സിഗ്നൽ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, കിലോ വാട്ട് റേഞ്ചിലുള്ള സിഗ്നൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഹൈ പവർ RF ഔട്ട്പുട്ട്. ഇനി ക്ലൈസ്ട്രോൺസ് ആർ വെലോസിറ്റി മോഡുലേറ്റഡ് ട്യൂബ്സ്. ദേ ആർ വെലോസിറ്റി മോഡുലേറ്റഡ്. ഇപ്പൊ ക്ലൈസ്ട്രോൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലൈസ്ട്രോൺ ഈസ് വെലോസിറ്റി മോഡുലേഷൻ ആണ്. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് പറയാം. നമുക്ക് അതിന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം. വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ്, കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മോഡുലേറ്റ് ചെയ്യും, വെലോസിറ്റി മോഡുലേഷൻ ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ക്ലൈസ്ട്രോൺസ് ആർ വെലോസിറ്റി മോഡുലേറ്റഡ് ട്യൂബ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ സം റഡാർ എക്യുപ്മെന്റ്സ് ആസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അത് റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ മൈക്രോവേവിന്റെ ആപ്ലിക്കേഷൻസ് കണ്ടപ്പോൾ തന്നെ പഠിച്ചതാണ്. ഓക്കെ, സോ ദേ ആർ ക്ലൈസ്ട്രോൺസ് മേക്ക് യൂസ് ഓഫ് ട്രാൻസിറ്റ് ടൈം എഫക്ട് ബൈ വേരിയിങ് ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ബീം. ഓക്കെ, അപ്പൊ അവിടെ ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മൈക്രോവേവ് ഡിവൈസിൽ നമ്മൾ അതിന് രണ്ട് ക്യാവിറ്റീസ് ഉണ്ടാകും. ഒരു ക്യാവിറ്റിയിൽ നിന്ന് മറ്റേ ക്യാവിറ്റിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ഒക്കെയാണ് ഈ ട്രാൻസിറ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ക്ലൈസ്ട്രോൺസ് മേക്ക് യൂസ് ഓഫ് ട്രാൻസിറ്റ് ടൈം ഇഫക്ട് ബൈ വേരിയിങ് ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീമിന്റെ വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് നമുക്ക് അതിന്റെ സ്ട്രക്ചറിലുണ്ട്, അത് നമുക്ക് പഠിക്കാം. അതിനെയാണ് നമ്മൾ വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെലോസിറ്റി മോഡുലേഷൻ വി ക്യാൻ വേരി ദ ട്രാൻസിറ്റ് ടൈം ഓഫ് ഡിഫറെന്റ് ഇലക്ട്രോൺസ്. നമുക്ക് ഇലക്ട്രോൺസ് അത് അതിന്റെ ഔട്ട്പുട്ടിൽ എത്തുന്ന ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ക്ലൈസ്ട്രോൺസ് ആർ യൂസ്ഡ് ആസ് ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഒരു ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആംപ്ലിഫയർ അല്ലെ. ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഗെയിൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഗെയിൻ ടൈംസ് ഇൻപുട്ട്, അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇഫ് യു ആർ ഗിവിംഗ് സം പോർഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ടു ഇൻപുട്ട്, ഇവിടെ രണ്ടും പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് വരുന്നത്. അതിന് ഒരു ഗെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ നമ്മൾ ബീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ആസ് ആൻ ഓസിലേറ്റർ ഓൾസോ. അപ്പൊ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ക്ലൈസ്ട്രോണിനെ വർക്ക് ചെയ്യിക്കുന്നത്. സോ ഒരു ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓസിലേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി a klystron use one or more special cavities which modulate the electric field around the axis of the tube.
ഓക്കെ. ക്ലൈസ്ട്രോൺ എന്താണ്, അതിനകത്ത് നമ്മൾ ഓൾറെഡി ക്യാവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഇതാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാവിറ്റീസോ ക്ലൈസ്ട്രോണിൽ ഉണ്ടാവാം. ഓക്കെ. അപ്പൊ സിംഗിൾ ക്യാവിറ്റി ഉള്ള ക്ലൈസ്ട്രോൺ ഉണ്ട്, ഡബിൾ ക്യാവിറ്റി ഉള്ള ക്ലൈസ്ട്രോൺ ഉണ്ട്, മോർ ദാൻ 2 ക്യാവിറ്റീസ് ഉള്ള ക്ലൈസ്ട്രോണും ഉണ്ട്. ഓക്കെ. അപ്പൊ സിംഗിൾ ക്യാവിറ്റി ഉള്ളതിനെ നമ്മൾ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്നാണ് പറയുക, അല്ലെങ്കിൽ റിപ്പല്ലർ ക്ലൈസ്ട്രോൺ എന്നാണ് പറയുക. ഡബിൾ ക്യാവിറ്റി ആണെങ്കിൽ 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയും. ഇനി മൾട്ടിപ്പിൾ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ക്യാവിറ്റീസ് പ്രസന്റ് we will have different types of klystron. Okay, so which modulate the electric field around the axis of the tube. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഇത് ഒരു 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ്. ഓക്കെ, ഇതൊരു 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ. 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ്. നോക്കി, ഇവിടെ 2 ക്യാവിറ്റീസ് ആണ് ഉള്ളത്, 1, 2 അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ക്യാവിറ്റീനെ നമ്മൾ ബഞ്ചർ ക്യാവിറ്റി എന്നാണ് പറയുക, ബഞ്ചർ ക്യാവിറ്റി എന്ന്. രണ്ടാമത്തത് ക്യാച്ചർ ക്യാവിറ്റി എന്നാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടെ വെലോസിറ്റി മോഡുലേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ അതിന് 2 ക്യാവിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിംഗ് എ ബഞ്ചർ ക്യാവിറ്റി ആൻഡ് അനദർ വൺ ഈസ് ക്യാച്ചർ ക്യാവിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോൺ നമ്മൾ പാസ് ചെയ്യണം അല്ലെ. സോ ഇലക്ട്രോൺ പാസ് ചെയ്യാനായിട്ട് ഒരു ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ബീം കൊടുക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട് അല്ലെ. ആ കാഥോഡ്, ഒരു കാഥോഡ് അസംബ്ലി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആനോഡും ഉണ്ട്, കാഥോഡും ആനോഡും. അപ്പൊ ആനോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. ഇനി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫിലമെന്റ് യൂസ് ചെയ്യുന്നത്. ഈ ഫിലമെന്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തെർമയോണിക് എമിഷൻ ആണ്. തെർമയോണിക് എമിഷൻ. ഓക്കെ, തെർമയോണിക് എമിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഗ്ലാസ് ട്യൂബ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലോ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ ലോ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റീരിയലിന്റെ ഗുണം എന്താണ്, അതിനെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആവും. അപ്പൊ അങ്ങനെ റിലീസ് ആവുന്ന ഇലക്ട്രോൺസ്, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിന്റെ ഉള്ളിലൂടെ ഈ ട്യൂബിലൂടെ ഇങ്ങനെ ആദ്യം എത്തുന്നത് ഈ ബഞ്ചർ ക്യാവിറ്റിയിലായിരിക്കും, ബഞ്ചർ ക്യാവിറ്റിയിൽ. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാനാണ്, മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആനോഡ് ഒരു പോസിറ്റീവ്, ഒരു ഹയർ പോസിറ്റീവ് പൊട്ടൻഷ്യലായിരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദിസ് കാഥോഡ് ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ ദിസ് ഗ്യാപ്പ്. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റത്തെ ക്യാവിറ്റി, ബഞ്ചർ ക്യാവിറ്റിയുടെ ഇടയിലുള്ള ഇതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യും, ഈ ഗ്യാപ്പിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ത്രൂ ഗ്യാപ്പ് എ. സോ ഇതിനെ നമ്മൾ ഒരു ഗ്യാപ്പ് എന്ന് വിളിക്കാം, ഗ്യാപ്പ് എ, ഗ്യാപ്പ് എ എന്ന് പറയും. അതേപോലെ ക്യാച്ചർ ക്യാവിറ്റിയിലും ഉണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ്. സോ ദിസ് ഇസ് ഗ്യാപ്പ് ബി, ഗ്യാപ്പ് ബി എന്നതിനെ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഈ ബഞ്ചർ ക്യാവിറ്റിയിൽ എത്തുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന് എന്താണ് സംഭവിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ വെലോസിറ്റി മോഡുലേഷൻ ചെയ്യുന്നത്. സോ ഈ ബഞ്ചർ ക്യാവിറ്റിയിലാണ് നമ്മൾ മൈക്രോവേവ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൊയാക്സിയൽ കേബിൾ. ഒരു കേബിൾ വഴിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ലൂപ്പ് വഴിയാണ് നമ്മൾ ഇതിനകത്തേക്ക് മൈക്രോവേവ് ഇൻപുട്ട്, RF ഇൻപുട്ട്, മൈക്രോവേവ് ഇൻപുട്ട് അല്ലെങ്കിൽ RF ഇൻപുട്ട് എന്ന് പറയും, RF ഇൻപുട്ട് അപ്ലൈ ചെയ്യുക. സോ RF ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, RF സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ് അല്ലെ. ഒരു പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ്. പോസിറ്റീവ് പീക്കും അതുപോലെ തന്നെ നെഗറ്റീവ് പീക്കും ഉള്ള ഒരു സിഗ്നൽ ആണ് ഇത്. ഇനി ഇവിടെ നമ്മൾ ഈ RF ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചോ. ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുക, ഇലക്ട്രോൺസ് ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിവിടെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഈ ക്യാച്ചർ ക്യാവിറ്റിയും കഴിഞ്ഞ് കളക്ടറിൽ അത് കളക്ട് ചെയ്യും. ഓക്കെ, അതാണ്. അപ്പൊ ഇവിടെ ഈ RF സിഗ്നലിന്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 0 വോൾട്ടേജ് ഉണ്ട്, ഇവിടെയും 0 വോൾട്ടേജ് ആണ് ഒരു ഫ്രീക്വൻസിയിൽ, ഒരു സൈക്കിളിൽ. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ഹൈ വാല്യൂ, ഇവിടെ നെഗറ്റീവ് ഹൈ വാല്യൂമാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ സപ്ലൈ ഒന്നും കൊടുത്തില്ല, RF ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഈ ട്യൂബിലൂടെ പാസ് ചെയ്ത് കളക്ടറിൽ കളക്ട് ചെയ്യും. And that velocity of electrons will be when we are not applying any RF signal.
അതാണ് പറയുന്നത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 EV divided by m, where E is the charge of electron, V is the potential applied, m is the mass of the electron. ആ ഒരു വെലോസിറ്റിയിലായിരിക്കും ഇതിങ്ങനെ മൂവ് ചെയ്യുക വെനെവർ വി ആർ നോട്ട് അപ്ലൈങ് ഇനി മൈക്രോവേവ് ഇൻപുട്ട്. ഇനി നമ്മളിവിടെ മൈക്രോവേവ് ഇൻപുട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ പൊസിഷനിലൊക്കെ നമ്മൾ മൈക്രോവേവ് ഇൻപുട്ട് ഇല്ലാത്ത പൊസിഷനാണ്, 0 ആണ്. അവിടെയൊക്കെ ഇലക്ട്രോൺസ് ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക? വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് RF ഇൻപുട്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് പീക്ക് എത്തുന്ന സമയത്ത് ഫീൽഡ് വളരെ കൂടുതലായിരിക്കും അല്ലെ? ആ സമയത്ത് എന്താണ്? ആ സമയത്ത് എന്ത് സംഭവിക്കും? ഫീൽഡ് വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്നതിനെ ഈ ബഞ്ചർ ക്യാവിറ്റി എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇതിന് ഒരു ഹൈ ഫീൽഡ് ആണ്. ആ ഹൈ ഫീൽഡിൽ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇലക്ട്രോൺസ്, ആദ്യം നമുക്ക് ഈ RF ഫീൽഡ് 0 ആയിട്ട് വരുന്ന സമയത്തൊക്കെ ഇലക്ട്രോൺസ് നോർമൽ വെലോസിറ്റിയിലായിരിക്കും പോവുക. V is equal to root of 2 EV by m എന്ന് പറയുന്നത്. ഇനി ഫീൽഡ് നമ്മൾ ഏറ്റവും ഹൈ ആവുമ്പോൾ ആ സമയത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. കാരണം എന്താണ്? ഈ ഹൈ ഫീൽഡ് വിൽ ആക്സിലറേറ്റ് ദ ഇലക്ട്രോൺസ്. ഇനി അതേപോലെ തന്നെ അവിടെ ഒരു നെഗറ്റീവ് ഫീൽഡും വരാനുണ്ട്. ആ നെഗറ്റീവ് ഫീൽഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് പോകുന്ന ഇലക്ട്രോൺസിനെ അത് ഡീസലറേഷൻ ആണ് അവിടെ സംഭവിക്കുക. അപ്പൊ 3 തരം ഇലക്ട്രോൺസ് ആണ് ഇതിലൂടെ പോകുന്നത്. ഒന്ന് നോർമൽ ഇലക്ട്രോൺസ്, അതിനെയാണ് നമ്മൾ ഈ വെലോസിറ്റി റൂട്ട് ഓഫ് 2 EV by m എന്ന് പറയുന്ന ആ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെ ER എന്ന് എഴുതാം. ER വിൽ ട്രാവൽ വിത്ത് വെലോസിറ്റി v. ഓക്കെ, ആ v ആണിത്. ഓക്കെ, ഇനി ഫീൽഡ് മാക്സിമം ആവുന്ന സമയത്ത് വരുന്നത് ഈ വി എന്ന് പറയുന്ന, ഇതിന് മുന്നേ വരെ വി എന്ന് പറയുന്ന ഇതിനകത്താണ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ, ക്യാവിറ്റിയിൽ എത്തുമ്പോഴാണ് ഈ ഫീൽഡ് ഉള്ളത്. ആ ക്യാവിറ്റിയിൽ എത്തുമ്പോൾ അങ്ങനെ ആ വെലോസിറ്റിയിൽ വരുന്നതിന് എന്താണ്? ഈ പോസിറ്റീവ് പീക്കിൽ വരുന്ന സമയത്ത് ഈ ബഞ്ചർ ക്യാവിറ്റി എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. അപ്പം ചില ഇലക്ട്രോൺസ് ഉണ്ട് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ V equal to V0 എന്ന് എഴുതാം. V greater than V0. ഇതിന് ഞാൻ V0 നോക്കൂ കേട്ടോ. V greater than V0 പോകുന്ന ചില ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ നമ്മൾ ലേറ്റ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. EL, ലേറ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ചിലത് എന്താണ്? ചില ഇലക്ട്രോൺസ് ഇവിടെ ഈ നെഗറ്റീവ് ഫീൽഡിൽ എത്തുന്ന സമയത്ത് വരുന്നതാണ്. അപ്പൊ അവിടെ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിനെ ഡീസലറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ V0 ആയിരിക്കും. അതിനെ നമ്മൾ ഏർലി ഇലക്ട്രോൺസ് എന്നാണ് പറയുക. ഏർലി ഇലക്ട്രോൺസ്. അങ്ങനെ ഈ 3 തരം ഇലക്ട്രോൺസ് ആണ് ഈ ബഞ്ചർ ക്യാവിറ്റിയിലൂടെ പോകുന്നത്. ഒന്ന് നോർമൽ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺ, ചില ഇലക്ട്രോൺസ് ലേറ്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. അതിനെ ആക്സലറേറ്റ് ചെയ്യുന്നു, വെലോസിറ്റി അതിന്റെ കൂട്ടുന്നു. അപ്പൊ അതെന്താണ്? നോർമൽ വെലോസിറ്റി ആയിട്ട് പോകുന്ന ആ ഇലക്ട്രോണിന്റെ ഒപ്പം എത്തും അല്ലെ? അതേപോലെ തന്നെ ചില ഇലക്ട്രോൺസ് എന്താണ്? ചിലപ്പോൾ നേരത്തെ പോയത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതിനെ പെട്ടെന്ന് ഈ ക്യാവിറ്റിന്റെ ഉള്ളിൽ ഡീസലറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 3 ഇലക്ട്രോൺസും കൂടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് അതിനെ ബഞ്ച് എന്ന് പറഞ്ഞ കൂട്ടം എന്നാണ് അല്ലെ? അപ്പൊ ഇലക്ട്രോൺസിനെ ഇങ്ങനെ കൂട്ടമാക്കിയിട്ട് മാറ്റുന്നതാണ് ആര്? ബഞ്ചർ ക്യാവിറ്റി. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ വെലോസിറ്റി വിൽ ബി അഡ്ജസ്റ്റഡ് ഫോർ ഡിഫറെന്റ് ഇലക്ട്രോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് RF ഇൻപുട്ട്. അതാണ് ബഞ്ചർ ക്യാവിറ്റിയിൽ സംഭവിക്കുന്നത്. സോ ഇങ്ങനെ ബഞ്ചായിട്ട് വരുന്ന ഇലക്ട്രോൺസ് ഈ ക്യാവിറ്റികളുടെ ഇടയിൽ, ബഞ്ചർ ക്യാവിറ്റിയുടെയും ക്യാച്ചർ ക്യാവിറ്റിയുടെയും ഇടയിലൂടെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ആ സ്പേസിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് സ്പേസ് എന്നാണ് പറയുക കേട്ടോ. ഡ്രിഫ്റ്റ് സ്പേസിലൂടെ മൂവ് ചെയ്യുന്നു ഈ ഇലക്ട്രോൺസ്. ഇനി അത് ക്യാച്ചർ ക്യാവിറ്റിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും, ക്യാച്ചർ ക്യാവിറ്റിയിൽ എത്തുമ്പോൾ എന്താണ്? ഇവിടെ ഹൈ എനർജി ആയിട്ടുള്ള വെലോസിറ്റി മോഡുലേറ്റ് ചെയ്ത ഇലക്ട്രോൺ ബഞ്ചാണ് നമുക്ക് ഇവിടെ വരുന്നത്, ഒരു കൂട്ടമാണ് ഇവിടെ വരുന്നത്. അത് ക്യാച്ചർ ക്യാവിറ്റിയുടെ ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഈ ഗ്യാപ്പ് ബിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ RF ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഈ വെലോസിറ്റി മോഡുലേറ്റ് ഇലക്ട്രോൺസിന്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഹൈ പവർ ഔട്ട്പുട്ട് കിട്ടുന്നു. പക്ഷെ ഫുൾ
amount of energy ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ട്രാൻസ്ഫർ പാർട്ട് ഓഫ് ദ എനർജി ഇൻ ടു RF ഫീൽഡ്. RF ഫീൽഡിലേക്ക് കൊടുക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ കളക്ടറിൽ കളക്ട് ചെയ്യുന്നു. അതാണ് ഒരു ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ വെലോസിറ്റി മോഡുലേഷൻ ആണ്. ദർ വിൽ ബി ടു ക്യാവിറ്റീസ്, ബഞ്ചർ ക്യാവിറ്റി, കാച്ചർ ക്യാവിറ്റി. ബഞ്ചർ ക്യാവിറ്റിയിലാണ് നമ്മുടെ വെലോസിറ്റി മോഡുലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ക്യാവിറ്റിയിലോട്ടാണ് നമ്മൾ RF ഇൻപുട്ട് അപ്ലൈ ചെയ്യണത്? വി ആർ ഗീവിംഗ് RF ഇൻപുട്ട് ടു ബഞ്ചർ ക്യാവിറ്റി. അതുപോലെ തന്നെ RF ഔട്ട്പുട്ട് ടേക്കൺ ഫ്രം കാച്ചർ ക്യാവിറ്റി. ഓരോന്നിന്റെയും ഓരോ കാര്യങ്ങൾ, എന്താണ് ഡ്രിഫ്റ്റ് സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വെലോസിറ്റി മോഡുലേഷൻ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പം 3 തരം ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഒന്ന് നോർമൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ റെഫറൻസ് ഇലക്ട്രോൺ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണ്? ഡ്യൂറിങ് സീറോ ഇൻപുട്ട് ഓഫ് ദ RF വോൾട്ടേജ് അല്ലെ. സീറോ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിലൊക്കെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാവൽസ് വിത്ത് ദ സെയിം വെലോസിറ്റി അല്ലെ. V എന്താണോ ആ വെലോസിറ്റിയിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോൺസ് എന്നൊക്കെ പറയാം. ഇനി ഡ്യൂറിങ് പോസിറ്റീവ് പീക്ക് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ദ ഇലക്ട്രോൺ ട്രാവൽ വിത്ത് മോർ വെലോസിറ്റി ദാൻ ദ റെഫറൻസ് വെലോസിറ്റി. അതിനെയാണ് നമ്മൾ ഏർലി ഇലക്ട്രോൺ എന്ന് പറയാം. സോറി, ഏർലി അല്ല, ലേറ്റ് ഇലക്ട്രോൺ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. ആ ഗ്രൂപ്പ് എന്താണ്? വെൻ ദ RF ഇൻപുട്ട് ഈസ് അറ്റ് നെഗറ്റീവ് പീക്ക് ആകുമ്പോൾ ഇലക്ട്രോൺ ട്രാവൽ വിത്ത് ലോ വെലോസിറ്റി വിച്ച് ഇസ് ലെസ് ദാൻ V0. റെഫറൻസ് വെലോസിറ്റിനെക്കാട്ടും കുറവായിട്ടുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ദാറ്റ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഏർലി ഇലക്ട്രോൺ. സോ വെലോസിറ്റി വിൽ ബി അഡ്ജസ്റ്റഡ് ഫോർ different electrons and it will make us a bunch, ഒരു bunch ആയിട്ട് മാറും. So that bunch, electron bunches will be traveling through this drift space. കാച്ചർ ക്യാവിറ്റിയിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബഞ്ച് ഇലക്ട്രോണിന്റെ എനർജി will be given to this കാച്ചർ ക്യാവിറ്റി. ഇതിലുള്ള ഫീൽഡിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. Thus we will get a high power at the output. ക്ലൈസ്ട്രോൺ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഹൈ പവർ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് അതിന്റെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ വെലോസിറ്റി മോഡുലേഷൻ നമ്മൾ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം എന്നാണ് ഞാൻ പറയാം. ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം വെലോസിറ്റി മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഇതാണ് നമ്മുടെ RF ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിവിടെ 0 ഉണ്ട്, പോസിറ്റീവ് പീക്ക് ഉണ്ട്, നെഗറ്റീവ് പീക്ക് ഉണ്ട് അല്ലെ. നെഗറ്റീവ് പീക്ക് ഉണ്ട്, ഇത് പോസിറ്റീവ് പീക്ക്. അപ്പൊ ഓരോ സമയത്തും ഇപ്പൊ റെഫറൻസ് ടൈമിൽ വരുന്നത് ഇതാണ് റെഫറൻസ് ആയിട്ട് എടുത്ത ER. അപ്പൊ അതൊരു വെലോസിറ്റിയില് ഇത് നമ്മളുടെ ബഞ്ചറും ഇത് നമ്മളുടെ കാച്ചർ ക്യാവിറ്റിയുടെ ഗ്യാപ്പില്ലേ, ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ റെഫറൻസ് ഇലക്ട്രോൺ V = V0 ട്രാവൽ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വന്നു. ഓക്കെ, ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളുടെ കാച്ചർ ക്യാവിറ്റിയിൽ എത്തുമ്പോഴേക്കും പിന്നെ ഹൈ പോസിറ്റീവ് ഫീൽഡ് ആവുന്ന സമയത്ത് എന്താണ്? ഹൈ പോസിറ്റീവ് ഫീൽഡ് ആകുമ്പോൾ ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്യാം. അപ്പൊ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും അല്ലെ, ഫാസ്റ്റ് ആയിട്ട് വെലോസിറ്റി കൂട്ടും. അപ്പൊ അത് എന്ത് ചെയ്യും? ഈ നോർമൽ വെലോസിറ്റിയുള്ള ഇലക്ട്രോണിന്റെ ഒപ്പം തന്നെ ഇവിടെ എത്തും. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ഹൈ വരുന്ന സമയത്ത് എന്താണ്? ഈ ഇലക്ട്രോൺസ് സ്ലോ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ സ്ലോ ആക്കിക്കും, ലെസ് ദാൻ V0. അപ്പോഴും ഇത് കറക്റ്റ് ആ ടൈമിൽ തന്നെ അവിടെ എത്തും. അപ്പൊ ഓരോന്നിന്റെയും ടൈം ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ റെഫറൻസ് ഇലക്ട്രോൺ ഇവിടെ ബഞ്ചറിൽ നിന്ന് കാച്ചറിൽ എത്താൻ എടുക്കുന്ന ടൈമാണ് TR എന്ന് പറയുന്നത്. പക്ഷെ ലേറ്റ് ഇലക്ട്രോൺ എന്താണ്? ലേറ്റ് ഇലക്ട്രോൺ പെട്ടെന്ന് എത്തും, കുറച്ച് ടൈം മതി അതിനെ ആക്സലറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഏർലി ഇലക്ട്രോൺ എന്താണ്? ഏർലി ഇലക്ട്രോൺ ലെസ് വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ ടൈം എടുക്കും. സോ TE > TR > T. അപ്പൊ ഇതാണ് അവിടെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ആ വെലോസിറ്റി മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു സൈക്കിളിന്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ക്ലൈസ്ട്രോണിൽ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് റെസണന്റ് ക്യാവിറ്റീസ്, എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് വി വിൽ ഹാവ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ്. മൾട്ടി ക്യാവിറ്റി പവർ ക്ലൈസ്ട്രോൺസ്. അപ്പൊ മോർ ദാൻ 2 ഉണ്ട് അല്ലെ, മോർ ദാൻ
മോർ ദാൻ 2 ക്യാവിറ്റീസ്. റിപ്പല്ലർ ക്ലൈസ്ട്രോൺ അത് രണ്ടാമത്തെ ടൈപ്പ്, അല്ലെങ്കിൽ അതിനെ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയും. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ അല്ലെ, ഇതില് ഒരു ക്യാവിറ്റി ഉള്ളൂ. അപ്പൊ അവിടെയും ചോദ്യം ചോദിക്കാം, എന്താ ചോദിക്കുക, among the following the klystron with one cavity എന്താണ്, അല്ലെങ്കിൽ among the following microwave devices which is having only one cavity, അത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് 2 cavity ക്ലൈസ്ട്രോൺ. 2 cavity ക്ലൈസ്ട്രോണിന് 2 cavities ആണ്. ഓക്കെ, അപ്പൊ ഈ മൾട്ടി ക്യാവിറ്റി 2 ക്യാവിറ്റിയിൽ ഒരു ബഞ്ചറും ഒരു കാച്ചർ ക്യാവിറ്റി അല്ലെ. ഇവിടെ 1 ക്യാവിറ്റി ഉള്ളത് കാരണം ബഞ്ചറും കാച്ചറും ഒന്ന് തന്നെയാണ്, ഒരു ക്യാവിറ്റി തന്നെയാണ്. ഇനി 2 ക്യാവിറ്റിയിൽ കൂടുതലുണ്ടെങ്കിൽ എന്താണ്, കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ടാകും, ഗൺ അസംബ്ലി ഉണ്ടാകും. അതിനുശേഷം ഒരു ബഞ്ചർ ക്യാവിറ്റി 1, പിന്നെ വീണ്ടും ബഞ്ചർ ക്യാവിറ്റി 2, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും അല്ലെ. ലാസ്റ്റ് ഒരു കാച്ചർ ക്യാവിറ്റി ദെൻ നമുക്ക് അവസാനം കളക്ടർ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോണിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോണിലാണെങ്കിൽ ദർ വിൽ ബി മോർ ദാൻ 1 നമ്പർ ഓഫ് ബഞ്ചർ ക്യാവിറ്റീസ് ആൻഡ് ഓൺലി 1 കാച്ചർ ക്യാവിറ്റി. അതൊന്നും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ആണ്. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ. ഓക്കെ, റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി വൺ ക്യാവിറ്റി, ഒരു ക്യാവിറ്റി ഉള്ളതാ. ഇവിടെ ഒരു ക്യാവിറ്റി മാത്രമേ ഇതിനുള്ളൂ. സോ ഇൻ ദ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ എ സിംഗിൾ റെസണന്റ് ക്യാവിറ്റി. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ ഓൺലി എ സിംഗിൾ റെസണന്റ് ക്യാവിറ്റി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഒരു കാഥോഡ് ഉണ്ട്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഗൺ അസംബ്ലി ആണ്. ഇവിടെ നിന്നാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ആക്സലറേറ്റിംഗ് ഗ്രിഡ് ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ആനോഡ് പോലെ തന്നെയാണ്. അപ്പൊ അത് പോസിറ്റീവ് പൊട്ടൻഷ്യലിലായിരിക്കും അല്ലെ. അവിടെ ഇവിടെ ഇപ്പുറത്തേക്ക് വരുന്ന ഇത് കാഥോഡ് ഈസ് അറ്റ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ക്യാവിറ്റി ഈസ് കണക്ടഡ് ടു എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പൊ ഇറ്റ് ഈസ് ലൈക്ക് ആനോഡ് ഓൺലി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമയോണിക് എമിഷൻ മൂലം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, ഈ ക്യാവിറ്റിയിലേക്ക് വരും. ക്യാവിറ്റിയിൽ എത്തുമ്പോൾ എന്താണ്, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഓസിലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഫീഡ്ബാക്ക് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു RF ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവും. ആ RF ഫീൽഡിന്റെ ഇഫക്റ്റ് മൂലം, അല്ലെങ്കിൽ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇവിടെയുള്ള പൊട്ടൻഷ്യലിന്റെ എഫക്റ്റ് മൂലം ഡിഫറെന്റ് ഇലക്ട്രോൺസ്, റെഫറൻസ് ഇലക്ട്രോൺസ് ഒരു നോർമൽ സ്പീഡിലും, അതുപോലെ തന്നെ ലേറ്റ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഹൈ സ്പീഡിലും, ഏർലി ഇലക്ട്രോൺസ് ലോ സ്പീഡിലും പോയി അവിടെ വെലോസിറ്റി മോഡുലേഷൻ ഉണ്ടാകും. ഇപ്പൊ റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ വെലോസിറ്റി മോഡുലേഷൻ തന്നെയാണ്. പക്ഷെ ഈ ക്യാവിറ്റി കഴിഞ്ഞ് ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, അപ്പൊ ആദ്യം ഇനീഷ്യൽ ടൈമിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ക്യാവിറ്റി ഒരു ബഞ്ചർ ക്യാവിറ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ അവിടെ വെലോസിറ്റി മോഡുലേഷൻ ഉണ്ടാകും അല്ലെ. അതിനുശേഷം വെലോസിറ്റി മോഡുലേഷൻ കഴിഞ്ഞ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റിപ്പല്ലർ ഉണ്ട്. ആ റിപ്പല്ലർ ഈസ് കണക്റ്റഡ് ടു എന്താണ്, ഒരു നെഗറ്റീവ് വോൾട്ടേജ് വിച്ച് ഇസ് മോർ നെഗറ്റീവ് ദാൻ ദിസ് കാഥോഡ്. ഈ കാഥോഡിനെക്കാട്ടും മോർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസ് വരുന്നതിനും നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ ഈ റിപ്പല്ലറും നെഗറ്റീവ് ആണ്. അപ്പം ലൈക്ക് ചാർജസ് റിപ്പലിനാണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ ഈ റിപ്പല്ലർ ക്യാച്ച് ചെയ്യില്ല. റിപ്പല്ലർ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അല്ലെ. തിരിച്ചു വന്നിട്ട് ഈ ക്യാവിറ്റിയിൽ തന്നെ കളക്ട് ചെയ്ത് അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അവിടെ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വെലോസിറ്റി മോഡുലേഷൻ കാരണം ഈ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസും ഒരേ ടൈമിൽ തന്നെ ഈ രണ്ടാമത് ഈ ക്യാച്ചർ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഹാവിങ് എ സിംഗിൾ ക്യാവിറ്റി. അപ്പൊ രണ്ടാമത് ഇലക്ട്രോൺസ് വരുമ്പോൾ അത് ക്യാച്ചർ ക്യാവിറ്റി ആയിട്ടും, ആദ്യം ഇലക്ട്രോൺസ് ക്യാവിറ്റിയിലൂടെ പോകുമ്പോൾ അത് ബഞ്ചർ ക്യാവിറ്റി ആയിട്ടുമാണ് ആക്ട് ചെയ്യുക. സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും വെലോസിറ്റി മോഡുലേഷൻ തന്നെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിപ്പല്ലർ വോൾട്ടേജ് അത് മോർ നെഗറ്റീവ് ആക്കി വെച്ചിട്ട് നമ്മൾ ആ സെയിം ക്യാവിറ്റിയിലോട്ട് തന്നെ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് വിടുന്നു. അതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ദി ഇലക്ട്രോൺസ് ആർ ഫയർഡ് ഇൻ ടു വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ബൈ ആൻ ഇലക്ട്രോൺ ഗൺ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ റെസണന്റ് ക്യാവിറ്റി they are reflected by a negatively charged reflector electrode for another pass through the cavity.
അല്ലെ? ഇതാണ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ്. അപ്പൊ ഒരു പ്രാവശ്യം ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പല്ലറിന്റെ വോൾട്ടേജ് നെഗറ്റീവ് ആയത് കാരണം again the electrons will be coming back to this cavity for the second time. ഓക്കെ, അങ്ങനെയാണ് അവിടെ ആ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ RF ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ അതാണ് റിഫ്ലക്സ് ക്ലൈസ്ട്രോണിന്റെ പ്രത്യേകത. ഓക്കെ, so the electron beam is velocity modulated when it is first passes through the cavity. ഞാൻ പറഞ്ഞത് തന്നെയാണ്, വെലോസിറ്റി മോഡുലേഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആദ്യം ഇലക്ട്രോൺസ് ആ ക്യാവിറ്റിയിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി മോഡുലേഷൻ നടക്കുന്നത്. സോ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ബഞ്ചസ് ഒക്കർ അറ്റ് ദാറ്റ് ടൈം, അല്ലെ? ആദ്യത്തെ പാസിൽ ഇലക്ട്രോൺ ബഞ്ച് ഒക്കർ ചെയ്യും. ആൻഡ് whenever it goes out of the cavity into the rift space, due to the repeller voltage, it is again coming back to cavity, അല്ലെ? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. So the voltage on the reflector must be adjusted so that the bunching is at a maximum as the electron beam re-enters the resonant cavity. അപ്പൊ നമുക്ക് ആ ബഞ്ചിങ് മാക്സിമം എത്താനായിട്ട് നമ്മൾ ആ റിപ്പല്ലർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നെഗറ്റിവിറ്റി കൂട്ടുന്തോറും നമുക്ക് ബഞ്ചിങ്ങിന്റെ ആ ഒരു എന്താ പറയാ മാക്സിമം ബഞ്ചിങ് നമുക്ക് കിട്ടും. ഓക്കെ, so thus ensuring a maximum of energy is transferred from the electron beam to RF oscillations. അപ്പൊ അങ്ങനെ ആ ഇലക്ട്രോൺ ബീമിൽ നിന്ന് RF ഓസിലേഷൻസിൽ നമുക്ക് എനർജി കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഹൈ പവർ ആയിട്ടുള്ള RF ഓസിലേഷൻസ് നമുക്ക് അവിടെ കിട്ടും. നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെ? ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൽ നോക്കിയാൽ നമ്മൾ ഇവിടെ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇൻപുട്ട് കൊടുക്കാതെ തന്നെ നമുക്കൊരു ഓസിലേഷൻസ് കിട്ടുകയാണ്. അതുകൊണ്ട് ഈ ക്ലൈസ്ട്രോണിനെ നമ്മൾ എന്താ പറയാ, ക്ലൈസ്ട്രോണിനെ നമ്മൾ ഓസിലേറ്റർ എന്ന് പറയും. റിഫ്ലക്സ് ക്ലൈസ്ട്രോണിനെ കേട്ടോ, റിഫ്ലക്സ് ക്ലൈസ്ട്രോണിനെ ഓസിലേറ്റർ, മൈക്രോവേവ് ഓസിലേറ്റർ ആണിത്, ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം ഫോർ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, അർലി ഇലക്ട്രോൺ ഉണ്ട്, ലേറ്റ് ഇലക്ട്രോൺ ഉണ്ട്, അതുപോലെ തന്നെ റെഫറൻസ് ഇലക്ട്രോൺ ഉണ്ട്. റെഫറൻസ് ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ഇത്ര ദൂരം പോകുന്നു. ഇവിടെയാണ് നമ്മുടെ റിപ്പല്ലറിന്റെ പൊസിഷൻ ഇവിടെയാണ് കേട്ടോ. റിപ്പല്ലർ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ അതൊരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ പോകുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ദൂരം വരെ പോകുന്നു. ഡ്യൂ ടു ദ നെഗറ്റീവ് വോൾട്ടേജ് ഓഫ് റിപ്പല്ലർ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ. അതുപോലെ തന്നെ ഏർലി ഇലക്ട്രോൺ ഉണ്ട്. ഏർലി ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ പോകുന്നു. അത് കൂടുതൽ എന്താണ്, അതിന് വെലോസിറ്റി കൂടുതലായിരിക്കും. ആ വെലോസിറ്റി കൂടുതലായത് കാരണം അത് പെട്ടെന്ന് തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. ഏർലി ഇലക്ട്രോൺ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ദൂരം പോകുന്നു. അത് സെയിം ടൈമിൽ തന്നെ ഇവിടെ കാച്ചർ ക്യാവിറ്റിയിൽ എത്തുന്നു ഡ്യൂ ടു വെലോസിറ്റി മോഡുലേഷൻ. ഓക്കെ, അപ്പൊ ഈ റെഫറൻസ് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് നമുക്കൊരു സീറോ വോൾട്ടേജ് വരും. അതുപോലെ തന്നെ നമുക്ക് ഏർലി ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം വരും. ലേറ്റ് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം നെഗറ്റീവ്. ഇങ്ങനെ നമുക്ക് ഒരു ഓസിലേഷൻസ് നമുക്ക് ഇവിടെ കിട്ടും, അല്ലെ? ഓരോരോ സൈക്കിൾസ് അല്ലെങ്കിൽ ഓരോരോ ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് വരുന്നതോറും നമുക്ക് ഇങ്ങനെ ഓസിലേഷൻസ് കിട്ടും. സോ ദിസ് ഇസ് ദ മൈക്രോവേവ് ഔട്ട്പുട്ട്. അപ്പൊ ഇതാണ് ബഞ്ചിങ് പ്രോസസ് ഇൻ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ക്ലൈസ്ട്രോണിൽ ഇങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതൊരു ഓസിലേറ്റർ ആണ്. മറ്റേത് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ ആണ്, ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ആണ്. അപ്പൊ രണ്ടിന്റെയും വെലോസിറ്റി മോഡുലേഷൻ ആണ്. സ്ട്രക്ചർ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, ക്ലൈസ്ട്രോണിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഫൈൻസ് ആപ്ലിക്കേഷൻ ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ക്ലൈസ്ട്രോൺ യൂസ് ചെയ്യുന്നുണ്ട് ആംപ്ലിഫയർ ആയിട്ട്. അതുപോലെ തന്നെ UHF അൾട്രാ ഹൈ ഫ്രീക്വൻസി TV ട്രാൻസ്മിറ്റേഴ്സിലും റഡാർ സിസ്റ്റത്തിലും നമ്മൾ ക്ലൈസ്ട്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈഡ് ബാൻഡ് ഹയർ പവർ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലൈൻസിൽ ട്രോപ്പോസ്ഫിയർ സ്കാറ്റർ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ല, നമുക്ക് മൈക്രോവേവിന് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. അത് അങ്ങനെ നമുക്ക് ട്രോപ്പോസ്ഫിയർ സ്കാറ്റർ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ക്ലൈസ്ട്രോൺ ആംപ്ലിഫൈസ് അല്ലെങ്കിൽ ക്ലൈസ്ട്രോൺ മൈക്രോവേവ് ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കാം. ക്ലൈസ്ട്രോൺ ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, ഏതാണ് ക്ലൈസ്ട്രോണിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഇസ് വെലോസിറ്റി മോഡുലേഷൻ. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, വെലോസിറ്റി മോഡുലേഷൻ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാവിറ്റി റെസനേറ്റർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ. എ ക്യാവിറ്റി റെസനേറ്റർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എൽ സി സർക്യൂട്ട്, ലോ സി കപ്പാസിറ്റർ, ലോ സി ഇൻഡക്ടർ, എൽ സി ആർ സർക്യൂട്ട്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഒരു 3 ഡയമെൻഷണൽ മെറ്റാലിക് ക്യാവിറ്റി എന്ന് പറയുന്നത് ആണ് ഒരു മൈക്രോവേവ് ക്യാവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു എന്താണ്, ഒരു എൽ സി സർക്യൂട്ടാണ്, എൽ സി സർക്യൂട്ടാണ്, ഒരു ടാങ്ക് സർക്യൂട്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ഈസ് യൂസ്ഡ് ഇൻ. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എവിടെയാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഓസിലേറ്റർ അല്ലെ. ഓസിലേറ്ററിലാണ് അത് യൂസ് ചെയ്യുക, ഓസിലേറ്റർ. സോ ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ക്ലൈസ്ട്രോണും റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാംസും വെലോസിറ്റി മോഡുലേഷൻ പ്രോസസ്സ്, ബഞ്ചിങ് എന്താണെന്നും ക്യാച്ചർ ക്യാവിറ്റിയിൽ എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ നന്നായിട്ട് ഒന്ന് ക്ലാസ് കേട്ട് നോക്കുക. ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഈ ഒരു പോളി ലെക്ചറർ ഇലക്ട്രോണിക്സിന്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓഫീസിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ ടോപ്പിക്കുകൾക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഫിഷ്യന്റ് ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്യുന്നത്. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് അറ്റ് ദിസ് നമ്പേഴ്സ്. ഓക്കെ, സോ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.